പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് മെയ് മാസം 14 വ്യാഴാഴ്ച. പുതിയ പ്രഭാതം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന നല്ല തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഈ ദിവസം എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനം ധ്യാനിക്കാം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണല്ലോ. ഈശോ ഈ ലോകം വിട്ട് പോകുമ്പോൾ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചുള്ള വലിയ ഉത്തരവാദിത്വമാണ് സുവിശേഷം പ്രസംഗിക്കൽ. ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും ഈ ഉത്തരവാദിത്വം നാം ഓരോരുത്തരും പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അനാസ്ഥ കൊണ്ട് ഒരാൾ ക്രിസ്തുവിനെ അറിയാതെ പോയാൽ നമ്മുടെ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം തടയപ്പെടും. ഓരോ ദിവസവും ഒരു വചനമെങ്കിലും പഠിക്കാൻ, അന്നത്തെ ദിവസത്തെ ഓരോ സംസാരവും പ്രവൃത്തിയും ആ വചനവുമായി ബന്ധപ്പെട്ടതാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവെ, തിരുവചനത്തിൻ്റെ പ്രഘോഷകരും സാക്ഷികളുമായി ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.